പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൈതൽ മലയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം. നമ്മളാണ് ഇന്ന് ആദ്യം മല കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ കയറി വന്നതിന് ശേഷം ഇനി മുകളിലേക്ക് കയറി ഈ മോൾ വേസ്റ്റാണ് ഇതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കാനുള്ള സ്ഥലം. കയറി വരുന്നവിടെ തന്നെ ടിക്കറ്റ് ചാർജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ഓഫീസുണ്ട് അവർക്ക്. അപ്പോൾ അവിടെ കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പയ്യെ മുകളിലേക്ക് പോകണം. ഇവിടെ നമ്മുടെ ID പ്രൂഫൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടൻപ്ലാവ് ഫോറസ്റ്റ് ടിക്കറ്റ് കൗണ്ടർ എന്നടിച്ചാലേ ഈ പൈതൽമലയുടെ യഥാർത്ഥ എൻട്രി പോയിന്റിലേക്ക് എത്തുള്ളൂ. പൈതൽമലയ്ക്ക് തന്നെ കുറേ എൻട്രി പോയിന്റുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയാണ് ഇനി മല കയറാൻ വേണ്ടി വന്നേക്കുന്നത്. ആദ്യം നമുക്ക് മുമ്പ് ഒരു ഗാർഡ് മുമ്പിൽ പോവും. ആനയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അദ്ദേഹത്തിൽ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞ് നമ്മളെ സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് അവർ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഇവിടുത്തെ ടിക്കറ്റ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ മുകളിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തപ്പം അവിടെ ഒരു സാർ ഇരിപ്പില്ലായിരുന്നു. ആ സാറാണ് മുമ്പോട്ടേക്ക് പോയേക്കുന്നത്. പക്ഷേ പോയതിന് പുറകെയാണ് അപകടമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 60 രൂപയാണ്. അപ്പം മുമ്പോട്ട് പോവാം. ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുടിയാൻമലയിലാണ്. കുടിയാൻമലയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ പൈതൽമലയുടെ എൻട്രി പോയിന്റിലേക്ക് കേട്ടോ. ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കടത്തി വിടിയാല. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, മുട്ടായിക്കടലാസ് പോലും ഇങ്ങോട്ട് കടത്തി വിടിയാല. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നമ്മളെ കയറ്റി വിടത്തുള്ളേ. പ്ലാസ്റ്റിക് ഇവിടെ ഇട്ടിട്ട് പോയാൽ നല്ല പിഴ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേനൽക്കാലമാണ്, ഇത് മൊത്തം കാടാണ്. അതുകൊണ്ട് കാട്ടുതീയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. നമുക്ക് മുമ്പായിട്ട് ഒരു ഗൈഡ് പോയിട്ടുണ്ട്. മുമ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് പോയേക്കുന്നത്. എന്തെങ്കിലും ജീവികളോ ആനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ മുമ്പോട്ട് കടത്തി വിടിയാല. കൊണ്ടാണ് അദ്ദേഹം നേരത്തെ പോയത്. നമ്മളോട് അതിൻ്റെ പുറകെ പോരാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ കുറച്ച് മുകളിലേക്ക് ചെല്ലാനുണ്ട് കേട്ടോ. ഈ പൈതൽമലയുടെ മുകൾ ഭാഗത്തെത്താൻ ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട് ഈ പൈതൽമലയുടെ മുകളിലെത്താൻ. നമ്മുടെ കയറിപ്പോകുന്ന മുഴുവൻ കാട്ടിലൂടെയാണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു കാണാൻ വേണ്ടി വന്ന ചേച്ചിയുടെ കാലിൽ ആന പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ആന പിടിച്ചാൽ അങ്ങനെ പിടിയാലെന്നാണ് പറയുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട്, ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ചേച്ചിക്ക് എന്തോ നിസ്സാര പരിക്കേ പറ്റിയിട്ടുള്ളൂ എന്നറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരോരോ നിർദ്ദേശങ്ങൾ പറയുന്നതും എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. ഇതാ കൂടെ വന്ന് ഒരുത്തൻ കല്ല് കയറി നടപ്പുണ്ട്. മര്യാദയ്ക്ക് നടക്കുവാണെങ്കിൽ വീട്ടിൽ കലിങ്ങി കൊണ്ടൊക്കെ. ഇവിടെ ഒരു ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സമയം ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ മുകളിലേക്ക് കയറി പോവാം. ഈ പോകുന്ന വഴിക്ക് മരങ്ങളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഒരു പ്രത്യേക ചന്തമാണ് അതിന്. അങ്ങനെ ആ മുമ്പിൽ കാണുന്ന കേട്ടോ ഈ പൈതൽമലയുടെ പുൽത്തകിടി കാണാൻ തുടങ്ങുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് വിശാലമായ സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നാണ് താഴേക്കുള്ള വ്യൂ പോയിൻറ്റും മുകളിലേക്കുള്ള വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴികൾ തിരിയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലെത്തിയിട്ടുണ്ട്. ആ താഴെ കാണുന്നതാണ് വാച്ച് ടവർ. നമുക്ക് അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണാൻ ഒരു അടാറ് ഭംഗിയാണ് കേട്ടോ. പിന്നെ വേനൽക്കാലത്താണ് വന്നതുകൊണ്ട് അട്ടകളുടെ ശല്യങ്ങളൊന്നുമില്ല. വേനൽക്കാലത്ത് വരുമ്പോൾ പിന്നെ അങ്ങനത്തെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അട്ടകളുടെ ശല്യം ഉണ്ടാവും. അപ്പം നമ്മൾ സാനിറ്റൈസറോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കരുതണം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ മഴയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങൾ മുഴുവൻ നമുക്ക് കാണാം. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ് മൂടും. അപ്പോൾ ഈ വക കാഴ്ചകളൊന്നും ഉണ്ടാവുകയില്ല. ഈ മലനിരകളൊന്നും കാണാൻ കഴിയില്ല. ശരിക്കും ഇപ്പോൾ വരുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാടമൊക്കെ കാണാം. അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞൊക്കെ മൂടി മഞ്ഞിനിടയ്ക്കൂടെയൊക്കെ നടന്ന് രസമായി പോവാം. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഇളം തണുപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥ. അന്നേരം നല്ലൊരു ചെറിയ പറയലൊക്കെ ആയിട്ട് നടക്കാം. ഇതിൽ ഈ താഴേക്കാണെന്ന് വെച്ചാൽ ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. കൈയൊക്കെ വിട്ടുപോയാൽ അങ്ങ് താഴെ നിന്ന് പറക്കിയെടുക്കേണ്ടി വരും.
പിന്നെ ഈ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൂടെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. നമ്മളെ അങ്ങോട്ട് നേരത്തെ എല്ലായിടത്തേക്കും പോകുമായിരുന്നു, ഇപ്പം നമ്മളെ അങ്ങോട്ടേക്കും വിടിയല്ല, കാരണം ആനശല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വിടത്തില്ല. ഇതാണ് നമ്മുടെ വാച്ച് ടവർ. ഇത് ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇതിന് വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ഈ വാച്ച് ടവർ ഉണ്ടാക്കാൻ വേണ്ടി താഴേന്നൊരു പെട്രോൾ ഓട്ടോ ഇവിടെ ചുമന്നുകൊണ്ട് വന്നിട്ട് അത് പാഴ്സാക്കി അയച്ച് ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത്, അങ്ങനെയാണ് പോലും ഈ ഇട്ടേക്കുന്ന കല്ല് ഇവിടെ കൊണ്ട് അടിക്കുകയില്ല. മുകളിൽ നിന്ന് ഇവിടുന്ന് കല്ല് പൊട്ടിച്ചെടുത്ത് ഇവിടെ കൊണ്ട് ഈ വാച്ച് ടവർ ഉണ്ടാക്കുക ചെയ്തെന്നാണ് പറഞ്ഞത്. കേട്ടറിവാണ്, ഇതിലത്രയും സത്യമുണ്ട് എന്നറിയത്തില്ല കേട്ടോ. ഇവിടെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തണുത്ത വെള്ളമാണ് ഇതിൻ്റെ അകത്ത് വന്ന് ചാടുന്നത്. ഇവിടുന്ന് നമുക്ക് പയ്യെ നടന്ന് താഴത്തെ വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട് താഴേക്ക്. നല്ല വെയിലാണ് കേട്ടോ ഇപ്പം. പിന്നെ കാറ്റടിക്കുന്നത് കൊണ്ട് വലിയ ചൂടൊന്നും തോന്നുന്നില്ല, നല്ല കാറ്റാണ് ഫുൾ ടൈം ഇവിടെ. കാര്യം പറഞ്ഞാൽ തൊപ്പിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്, പക്ഷെ വെക്കാൻ മറന്നുപോയി. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ചെറിയ ചെറിയ കല്ലുകളാണ് ഇവിടെ. കല്ലിൽ കൂടെ ചാടി ഇറങ്ങി വരാം. നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ട്. എല്ലാവരെയും മുമ്പിൽ വിട്ട് ഞാൻ പയ്യെ ബേക്കൗട്ട് നിന്നതാണ്. എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ തിരിഞ്ഞു വിടാമല്ലോ. ഇവിടെ വന്ന് നോക്കി എന്നാ രസമാണ്. താഴെ എത്തുന്നതിന് മുമ്പ് നല്ല ഭംഗിയില്ലേ. അപ്പം ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ഇവിടെ എന്താണ് പറയുക, കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് കമ്പി ഇട്ടേക്കുക താഴേക്ക് ഇങ്ങനെ ആൾക്കാർ പോവാതെ. നേരത്തെ പണ്ടൊക്കെ വരുമ്പോൾ ഇതിന് താഴേക്ക് ഇറങ്ങി ആ കല്ലൊക്കെ കാണുന്ന അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ സുരക്ഷയുടെ ഭാഗമായി ചെയ്തു വെച്ചേക്കുന്നതാണ്. നമ്മളൊക്കെ ആദ്യം വരുമ്പോൾ ഇങ്ങനെ തുറസായിട്ട് ഉള്ള സ്ഥലമായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ നല്ല മലനിരകൾ കാണാം. ഞാൻ നേരത്തെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് മേഘം പൊതിഞ്ഞതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മേഘമൊക്കെ മാറി. ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ പകർത്താൻ പറ്റിയില്ല, ചെറിയ മേഘമേ ഉള്ളൂ. നേരത്തെ നല്ല രസമായിരുന്നു മുകളിൽ നോക്കിയപ്പോൾ, അത് വീഡിയോ പകർത്താൻ പറ്റിയില്ല. ഇങ്ങോട്ട് നോക്കി എത്ര മലനിരകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഒരെണ്ണം മുകളിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്, തിരിച്ചു പോകുമ്പോൾ കിട്ടിയാൽ കൊണ്ടുപോവാം. തന്നെ മലക്കിടയ്ക്ക് കൂടെ ലൈറ്റ് ഇട്ട് പോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ടോ, ഒരു വെള്ളപ്പൊട്ട് പോലെ. ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പൈതൽ മലയുടെ കാണാക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ് ജെറി.